ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറം ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റുണ്ട്. വളരെ എളുപ്പം, നമുക്ക് അരിയൊന്നും കുതിർക്കി അരയ്ക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ അരിപ്പൊടി വെച്ച് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ, 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 4 ഏലക്കയും കൂടെ പൊടിച്ചാണ്. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നല്ല ചൂട് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യമേ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1/4 കപ്പ് ശർക്കര ഉണ്ടല്ലോ, ശർക്കര പൊടിയാണ്, പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തായിരുന്നു. അതാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളവും വെച്ച് ഉരുക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ ഏത്തപ്പഴം അതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ, നല്ലതുപോലെ. ചെറിയൊരു ഏത്തപ്പഴം ഇതൊന്ന് അടിച്ചിട്ട് വരാം. അടിച്ചെടുത്ത ഏത്തപ്പഴം നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, ഒന്ന് വറുത്തെടുക്കണം. ഒരു പിടി ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കും. ഒരു ബ്രൗൺ കളറാണ്, അത്രയൊന്ന് വറുക്കാം. മൂത്ത് വരട്ടെ. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒന്ന് റെഡിയായി വരട്ടെ. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നിന്ന് മൂത്ത് വരട്ടെ. ഉണ്ണിയപ്പം എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, സോഫ്റ്റ് ഉണ്ണിയപ്പം. സെക്കൻഡ് ട്രിപ്പ് നമ്മൾ കോരി ഒഴിച്ചിട്ടുണ്ട്. അതും ഒന്ന് റെഡിയായി വരട്ടെ. രണ്ടാമത് ഒഴിച്ചത് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത സൈഡും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പും അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡിയാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ് കേട്ടോ. അങ്ങനെയുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.